ഹായ് ഫ്രണ്ട്സ്, സൗരയൂഥവും അതിൻ്റെ സവിശേഷതകളും എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പഠിച്ചു വരുന്നത്. ബുധൻ, ശുക്രൻ എന്നിവയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഭൂമിയെക്കുറിച്ചാണ്. ഭൂമിയെക്കുറിച്ചും ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനെക്കുറിച്ചുമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഭൂമിയെക്കുറിച്ച് നമുക്ക് നോക്കാം. പേരിന് റോമൻ ഗ്രീക്ക് പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹമാണ് ഭൂമി. പേരിന് റോമൻ ഗ്രീക്ക് പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹമാണ് ഭൂമി. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഭൂമിയാണ്. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഭൂമിയാണ്. ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേരാണ് ജിയോയിഡ്. ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേരാണ് ജിയോയിഡ്. അഷ്ടഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ 5ാം സ്ഥാനമുള്ള ഗ്രഹമാണ് ഭൂമി. നോട്ട് ചെയ്യുക, അഷ്ടഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ 5ാം സ്ഥാനമുള്ള ഗ്രഹമാണ് ഭൂമി. പേരിന് റോമൻ ഗ്രീക്ക് പുരാണങ്ങളുമായി ബന്ധമില്ല ഭൂമിയാണ്. അന്തർഗ്രഹങ്ങൾ നമുക്കറിയാം ഏതാണ്? ഭൗമഗ്രഹങ്ങൾ അഥവാ അന്തർഗ്രഹങ്ങൾ. ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് അന്തർഗ്രഹങ്ങളെയാണ് അല്ലേ. അന്തർഗ്രഹങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ 4 എണ്ണമാണ് അന്തർഗ്രഹങ്ങൾ. ഈ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഭൂമി. ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേരാണ് ജിയോയിഡ്. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് മെഗല്ലൻ. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് മെഗല്ലൻ. ഭൂമിയുടെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം 460 കോടി വർഷങ്ങളാണ്. ഭൂമിയുടെ പ്രായം ഏകദേശം 460 കോടി വർഷങ്ങളാണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അത് ശുക്രനാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് വേണ്ട സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് വേണ്ട സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ്. രാത്രിയും പകലും മാറി മാറി വരുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. രാത്രിയും പകലും മാറി മാറി വരുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് വേണ്ട സമയമാണ് 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അഷ്ടഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ 5ാം സ്ഥാനമുള്ള ഗ്രഹമാണ് ഭൂമി. പേരിന് റോമൻ ഗ്രീക്ക് പുരാണങ്ങളുമായി ബന്ധമില്ലാത്ത ഗ്രഹം ഭൂമിയാണ്. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഭൂമി. ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേരാണ് ജിയോയിഡ്. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് മെഗല്ലൻ. ഭൂമിയുടെ പ്രായം ഏകദേശം 460 കോടി വർഷങ്ങളാണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് വേണ്ട സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ്. രാത്രിയും പകലും മാറി മാറി വരുന്നതിന് കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ഭൂമിയുടെ പരിക്രമണകാലം 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റാണ്. ഭൂമിയുടെ ഭ്രമണം നമ്മൾ പഠിച്ചു 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആണെങ്കിൽ ഭൂമിയുടെ പരിക്രമണകാലം 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റാണ്. ഭൂമിയുടെ ഭൂമധ്യരേഖ വ്യാസമാണ് 12,756 കിലോമീറ്റർ. ഭൂമിയുടെ ഭൂമധ്യരേഖാ വ്യാസമാണ് 12,756 കിലോമീറ്റർ. ഭൂമിയുടെ ധ്രുവീയ വ്യാസമാണ് 12,713 കിലോമീറ്റർ. ഭൂമധ്യരേഖാ വ്യാസത്തിൽ നിന്നും 42 കിലോമീറ്റർ കുറവാണ് ഭൂമിയുടെ ധ്രുവീയ വ്യാസത്തിന്. ഭൂമിയുടെ ധ്രുവീയ വ്യാസമാണ് 12,713 കിലോമീറ്റർ. ഭൂമധ്യരേഖാ വ്യാസം 12,756 കിലോമീറ്റർ ആണ്. അതിൽ നിന്നും 42 കിലോമീറ്റർ കുറവാണ് ഭൂമിയുടെ ധ്രുവീയ വ്യാസത്തിന്. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഭൂമിയാണ്.
സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഭൂമിയാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ജലഗ്രഹം എന്നറിയപ്പെടുന്നതും ഭൂമിയാണ്. നീലഗ്രഹം, ജലഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഭൂമിയെയാണ്. ഭൂമിയുടെ 71% ജലവും 29% കരയുമാണ്. ഭൂമിയുടെ 71% ജലവും 29% കരയുമാണ്. ശൂന്യാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഭൂമി ഇളം നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം ജലത്തിന്റെ സാന്നിധ്യമാണ്. ശൂന്യാകാശത്ത് നിന്നും നോക്കുമ്പോൾ ഭൂമി ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം ജലത്തിന്റെ സാന്നിധ്യമാണ്. ഒരേ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹമാണ് ഭൂമി. ഒരേ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹമാണ് ഭൂമി. ഗ്രീക്കിൽ ഗയ എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമിയാണ്. ഗ്രീക്കിൽ ഗയ എന്നറിയപ്പെടുന്ന ഗ്രഹം ഭൂമിയാണ്. ലാറ്റിനിൽ ടെറ എന്നറിയപ്പെടുന്ന ഗ്രഹവും ഭൂമിയാണ്. ഗ്രീക്കിൽ ഗയ എന്നറിയപ്പെടുന്നു, ലാറ്റിനിൽ ടെറ എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ഭൂമിയുടെ ഏക ഉപഗ്രഹം അല്ലെങ്കിൽ ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹം ചന്ദ്രനാണ്. ചന്ദ്രനിൽ പകലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. ചന്ദ്രനിൽ പകലും നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ. അഷ്ടഗ്രഹങ്ങൾ വലുപ്പത്തിൽ 5ാം സ്ഥാനമുള്ള ഗ്രഹം ഭൂമിയാണ്. സൗരയൂഥത്തിൽ 5ാമത്തെ വലിയ ഉപഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ ചന്ദ്രനാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഭൂമിയുടെ ഭ്രമണകാലം നമ്മൾ പഠിച്ചു. ഭൂമിയുടെ ഭ്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് വേണ്ട സമയം 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ്. ഭൂമിയുടെ പരിക്രമണകാലം 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റാണ്. ഭൂമിയുടെ ഭൂമധ്യരേഖാവ്യാസം 12,756 കിലോമീറ്ററാണ്. ഭൂമിയുടെ ധ്രുവീയ വ്യാസമാണ് 12,713 കിലോമീറ്റർ. ഭൂമധ്യരേഖാവ്യാസത്തിൽ നിന്നും 42 കിലോമീറ്റർ കുറവാണ് ഭൂമിയുടെ ധ്രുവീയ വ്യാസത്തിന്. സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഭൂമിയാണ്. നീലഗ്രഹം, ജലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയെയാണ്. ഭൂമിയുടെ 71% ജലവും 29% കരയുമാണ്. ശൂന്യാകാശത്തിൽ നിന്നും നോക്കുമ്പോൾ ഭൂമി ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം ജലത്തിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് ജലഗ്രഹം, നീലഗ്രഹം എന്നൊക്കെ ഭൂമിയെ അറിയപ്പെടുന്നത്. ഒരേ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹമാണ് ഭൂമി. ഗ്രീക്കിൽ ഗയ എന്നറിയപ്പെടുന്നു, ലാറ്റിനിൽ ടെറ എന്നറിയപ്പെടുന്നതും ഭൂമിയെയാണ്. ഭൂമിയുടെ ഏക ഉപഗ്രഹം അല്ലെങ്കിൽ ഏക പ്രകൃതിദത്ത ഉപഗ്രഹം ചന്ദ്രനാണ്. ചന്ദ്രനിൽ പകലും നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ പരിക്രമണ വേഗത 29.72 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ പരിക്രമണ വേഗത 29.72 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഭൂമിയുടെ ഭ്രമണ വേഗത ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ 1680 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഭൂമിയുടെ ഭ്രമണ വേഗത ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ 1680 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടിന്റെ ചരിവ് 23.5 ഡിഗ്രിയാണ്. ഫലക ചലനങ്ങൾ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഫലക ചലനങ്ങൾ അഥവാ പ്ലേറ്റ് ടെക്ടോണിക്സ് അഥവാ ഫലക ചലനങ്ങൾ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഭൗമാന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൗമാന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ കാന്തിക വലയം ഭൂമിക്ക് ചുറ്റും തീർക്കുന്ന സുരക്ഷാ കവചമാണ് വാൻ അലൻ ബെൽറ്റ്.
ഭൂമിയുടെ കാന്തിക വലയം ഭൂമിക്ക് ചുറ്റും തീർക്കുന്ന സുരക്ഷാ കവചത്തിന് പറയുന്ന പേരാണ് വാൻ അലൻ ബെൽറ്റ്. ഏകദേശം 25,000 കിലോമീറ്റർ ഉയരത്തിൽ വരെ വ്യാപിച്ചിരിക്കുന്ന ഭൂമിയുടെ കാന്തിക വലയത്തെ കണ്ടെത്തിയത് ജെയിംസ് വാൻ അലനാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കാന്തിക വലയത്തിന് വാൻ അലൻ ബെൽറ്റ് എന്ന പേര് നാമകരണം ചെയ്തിരിക്കുന്നത്. ഏകദേശം 25,000 കിലോമീറ്റർ ഉയരത്തിൽ വരെ വ്യാപിച്ചിരിക്കുന്ന ഭൂമിയുടെ കാന്തിക വലയത്തെ കണ്ടെത്തിയത് ജെയിംസ് വാൻ അലനാണ്. ജെയിംസ് വാൻ അലൻ ഈ കാന്തിക വലയത്തെ കണ്ടെത്തിയത് 1958-ലാണ്. 1958-ലാണ് ജെയിംസ് വാൻ അലൻ ഭൂമിയുടെ കാന്തിക വലയത്തെ കണ്ടെത്തിയത്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ പരിക്രമണ വേഗത 29.72 km/s ആണ്. ഭൂമിയുടെ ഭ്രമണ വേഗത ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ 1680 km/മണിക്കൂറാണ്. 1680 km/മണിക്കൂറാണ് ഭൂമിയുടെ ഭ്രമണ വേഗത ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ. ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടിന്റെ ചെരിവ് 23.5 ഡിഗ്രിയാണ്. ഫലക ചലനങ്ങൾ പ്ലേറ്റ് ടെക്ടോണിക്സ് നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ഭൗമാന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ കാന്തിക വലയം ഭൂമിക്ക് ചുറ്റും തീർക്കുന്ന സുരക്ഷാ കവചത്തെ വാൻ അലൻ ബെൽറ്റ് എന്നറിയപ്പെടുന്നു. ഏകദേശം 25,000 കിലോമീറ്റർ ഉയരത്തിൽ വരെ വ്യാപിച്ചിരിക്കുന്ന ഭൂമിയുടെ കാന്തിക വലയത്തെ കണ്ടെത്തിയത് ജെയിംസ് വാൻ അലനാണ്. ജെയിംസ് വാൻ അലൻ ഭൂമിയുടെ കാന്തിക വലയത്തെ കണ്ടെത്തിയത് 1958-ലാണ്. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ. നൈട്രജൻ 78% കാണപ്പെടുന്നത്. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ, 21%. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ, 21%. ശാസ്ത്രലോകം അടുത്തിടെ കണ്ടെത്തിയ ഭൂമിയുമായി ഏറെ സാദൃശ്യമുള്ള ഗ്രഹമാണ് കെപ്ലർ 78b. ശാസ്ത്രലോകം അടുത്തിടെ കണ്ടെത്തിയ ഭൂമിയുമായി ഏറെ സാദൃശ്യമുള്ള ഗ്രഹമാണ് കെപ്ലർ 78b. ഭൗമദിനം നമുക്കറിയാം, ഏപ്രിൽ 22-നാണ് ഭൗമദിനം ആചരിക്കുന്നത്. ഭൗമദിനം PSCയുടെ PYQ ആണ്. ഭൗമദിനം ഏപ്രിൽ 22-നാണ്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രമാണ് സല്യൂട്ട് 1. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രമാണ് സല്യൂട്ട് 1. ഇതും PYQ ആണ്, നോട്ട് ചെയ്യാം. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം സല്യൂട്ട് 1 ആണ്. സല്യൂട്ട് 1 വിക്ഷേപിച്ച രാജ്യം റഷ്യയാണ്. സല്യൂട്ട് 1 വിക്ഷേപിച്ച രാജ്യം റഷ്യയാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം നമുക്കറിയാം, പ്രോക്സിമ സെന്റോറിയാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് പ്രോക്സിമ സെന്റോറിയാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ചന്ദ്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ചന്ദ്രനാണ്. നോട്ട് ചെയ്യാം. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം പ്രോക്സിമ സെന്റോറിയാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളമാണ് ചന്ദ്രൻ. അപ്പം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ, 78%.
ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ 21%. ശാസ്ത്രലോകം അടുത്തിടെ കണ്ടെത്തിയ ഭൂമിയുമായി ഏറെ സാദൃശ്യമുള്ള ഗ്രഹമാണ് കെപ്ലർ 78b. ഭൗമദിനം ആചരിക്കുന്നത് ഏപ്രിൽ 22-നാണ്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രമാണ് സല്യൂട്ട് 1. സല്യൂട്ട് 1 വിക്ഷേപിച്ച രാജ്യമാണ് റഷ്യ. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹമാണ് ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമി പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. ഭൂമിയുടെ ഏക ഉപഗ്രഹം അല്ലെങ്കിൽ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനെ കുറിച്ച് നമുക്ക് കുറച്ചധികം തന്നെ പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഇപ്പോൾ 5 എന്ന് 2-3 പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട് അല്ലേ. അഷ്ടഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ 5ാം സ്ഥാനമുള്ള ഗ്രഹം ഭൂമിയാണെന്ന് നമ്മൾ പഠിച്ചു. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകമാണ് സിലിക്കൺ. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകമാണ് സിലിക്കൺ. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയമാണ് 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയമാണ് 1.3 സെക്കൻഡ്. ഭൂമിയിൽ നിന്നും എത്ര അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയിൽ നിന്നും 3,84,404 കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ നിന്നും 3,84,404 കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ ഒരു മുഖം മാത്രമേ ദൃശ്യമാകൂ. അതിനുള്ള കാരണം എന്താണ്? ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചന്ദ്രന്റെ ഒരു മുഖം മാത്രമേ ദൃശ്യമാകൂ. അതിനുള്ള കാരണമാണ് സ്വയം ഭ്രമണത്തിനും പരിക്രമണത്തിനും ഒരേ സമയം എടുക്കുന്നതിനാലാണ് ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ചന്ദ്രന്റെ ഒരു മുഖം മാത്രം നമുക്ക് ദൃശ്യമാകുന്നത്. സ്വയം ഭ്രമണത്തിനും പരിക്രമണത്തിനും ഒരേ സമയം എടുക്കുന്നതിനാലാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രന്റെ ഒരു മുഖം മാത്രം ദൃശ്യമാകുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു PYQ ആണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിന്റെ ഒരു ഭാഗം മാത്രമേ കാണാനാകൂ. ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രന്റെ മറുഭാഗത്തിന്റെ ചിത്രമെടുത്തത്? ആൻസർ ലൂണ 3 ആണ്. ഇത് PYQ ആണ്, നോട്ട് ചെയ്യാം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിന്റെ ഒരു ഭാഗമേ കാണാനാകൂ. ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രന്റെ മറുഭാഗത്തിന്റെ ചിത്രമെടുത്തത്? ലൂണ 3 ആണ്. ചന്ദ്രന്റെ സ്ഥാനം ഓരോ ദിവസവും മാറി മാറി വരുന്നതിന് കാരണം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. ചന്ദ്രന്റെ സ്ഥാനം ഓരോ ദിവസവും മാറി മാറിയിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനെ വരുന്നതിനുള്ള കാരണമാണ് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതിനാലാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനുള്ളത്? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ 1/16 ഭാഗമാണ് ചന്ദ്രനുള്ളത്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ 1/6 ഭാഗമാണ് ചന്ദ്രനുള്ളത്. നോട്ട് ചെയ്യാം. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ 1/6 ഭാഗമാണ് ചന്ദ്രനുള്ളത്. ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ സമയം 27 ദിവസമാണ്. ഇതും PYQ ആണ്. 27 ദിവസം 8 മണിക്കൂർ. ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ ചന്ദ്രന് ആവശ്യമായ ദിവസം 27 ദിവസമാണ്. അഥവാ 27 ദിവസം 8 മണിക്കൂറാണ്. ചന്ദ്രൻ അതിന്റെ പരിക്രമണ പഥത്തിൽ 27ൽ ഒരു ഭാഗം സഞ്ചരിക്കാനെടുക്കുന്ന സമയമാണ് ഒരു നാൾ. നോട്ട് ചെയ്യാം. ചന്ദ്രൻ അതിന്റെ പരിക്രമണ പഥത്തിൽ 27ൽ ഒരു ഭാഗം സഞ്ചരിക്കാനെടുക്കുന്ന സമയമാണ് ഒരു നാൾ.
ചന്ദ്രൻ ഏതു നക്ഷത്രത്തിന്റെ പശ്ചാത്തലത്തിലാണോ കാണപ്പെടുന്നത് ആ നക്ഷത്രത്തിന്റെ പേരിലായിരിക്കും അന്നത്തെ നാൾ അറിയപ്പെടുന്നത്. ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ചന്ദ്രനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. സൗരയൂഥത്തിലെ 5ാമത്തെ വലിയ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹമാണ് ടൈറ്റാനിയം. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകമാണ് സിലിക്കൺ. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡാണ്. ഭൂമിയിൽ നിന്നും 3,84,404 കിലോമീറ്റർ അകലെയാണ് ചന്ദ്രൻ സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ ചന്ദ്രന്റെ ഒരു മുഖം മാത്രമേ ദൃശ്യമാകൂ. ഇതിനുള്ള കാരണം സ്വയം ഭ്രമണത്തിനും പരിക്രമണത്തിനും ഒരേ സമയം എടുക്കുന്നതിനാലാണ്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രോപരിതലത്തിന്റെ ഒരു ഭാഗം മാത്രമേ കാണാനാകൂ. ഏത് ബഹിരാകാശ വാഹനമാണ് ആദ്യമായി ചന്ദ്രന്റെ മറുഭാഗത്തിന്റെ ചിത്രമെടുത്തത്? ലൂണ 3 ആണ്. ചന്ദ്രന്റെ സ്ഥാനം ഓരോ ദിവസവും മാറി മാറി വരുന്നതിനുള്ള കാരണം ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ എത്ര ഭാഗമാണ് ചന്ദ്രനിലുള്ളത്? ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ 1/6 ഭാഗമാണ് ചന്ദ്രനുള്ളത്. ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ചന്ദ്രന് ആവശ്യമായ ദിവസമാണ് 27 ദിവസം. എന്ന് പറഞ്ഞാൽ 27 ദിവസം 8 മണിക്കൂറാണ്. ചന്ദ്രൻ അതിന്റെ പരിക്രമണ പഥത്തിൽ 27ൽ ഒരു ഭാഗം സഞ്ചരിക്കാനെടുക്കുന്ന സമയമാണ് ഒരു നാൾ അല്ലെങ്കിൽ ഒരു ദിവസം. ചന്ദ്രൻ ഏതു നക്ഷത്രത്തിന്റെ പശ്ചാത്തലത്തിലാണോ കാണപ്പെടുന്നത് ആ നക്ഷത്രത്തിന്റെ പേരിലായിരിക്കും അന്നത്തെ നാൾ അറിയപ്പെടുന്നത്. ഭൂമിയുടെ കിഴക്കോട്ടുള്ള കറക്കം നിമിത്തം ചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് ചന്ദ്രോദയം. നമുക്കറിയാം, ചന്ദ്രോദയം എന്നാൽ ഭൂമിയുടെ കിഴക്കോട്ടുള്ള കറക്കം നിമിത്തം ചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് ചന്ദ്രോദയം. അമാവാസി എന്താണ് അമാവാസി? ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ കാണാൻ കഴിയാത്ത ദിവസത്തെയാണ് അമാവാസി എന്ന് വിളിക്കുന്നത്. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ കാണാൻ കഴിയാത്ത ദിവസത്തെയാണ് അമാവാസി എന്ന് വിളിക്കുന്നത്. ഒരു പൗർണമി മുതൽ അടുത്ത പൗർണമി വരെ ചന്ദ്രന്റെ ഉദയവും അസ്തമയവും സൂര്യോദയവും അസ്തമയവും തമ്മിൽ എത്ര മിനിറ്റ് വീതം വൈകിയാണ് സംഭവിക്കുന്നത്? 53 മിനിറ്റ് വീതം വൈകിയാണ് സംഭവിക്കുന്നത്. ഒരു പൗർണമി മുതൽ അടുത്ത പൗർണമി വരെ ചന്ദ്രന്റെ ഉദയവും അസ്തമയവും സൂര്യോദയവും അസ്തമയവും തമ്മിൽ എത്ര മിനിറ്റ് വീതം വൈകിയാണ് സംഭവിക്കുന്നത്? 53 മിനിറ്റ് വൈകിയാണ് സംഭവിക്കുന്നത്. ചന്ദ്രന്റെ ഒരു കല ആവർത്തിക്കാൻ വേണ്ട സമയമാണ് 29ൽ 1/2 ദിവസം. 29.5 ദിവസം. അടുത്തടുത്ത 2 വാവുകൾക്കിടയിലുള്ള സമയമാണ് 29.5 ദിവസം. അടുത്തടുത്ത 2 വാവുകൾക്കിടയിലുള്ള സമയമാണ് 29.5 ദിവസം. ഭൂമിയുടെയും ചന്ദ്രന്റെയും ഭ്രമണപഥത്തിന്റെ ചരിവിനുള്ള വ്യത്യാസം 5.5 ഡിഗ്രിയാണ്. ഭൂമിയുടെയും ചന്ദ്രന്റെയും ഭ്രമണപഥത്തിന്റെ ചരിവിനുള്ള വ്യത്യാസം 5.5 ഡിഗ്രിയാണ്. എല്ലാ കറുത്ത വാവിനും സൂര്യഗ്രഹണം ഉണ്ടാകാത്തതിനുള്ള കാരണം ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ ചരിവാണ്. എല്ലാ കറുത്ത വാവിനും സൂര്യഗ്രഹണം ഉണ്ടാകാത്തതിനുള്ള കാരണം ചോദിച്ചാൽ ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ ചരിവാണ് അതിനുള്ള കാരണം. ഒന്ന് പറഞ്ഞു നോക്കാം. ഭൂമിയുടെ കിഴക്കോട്ടുള്ള കറക്കം നിമിത്തം ചന്ദ്രൻ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് ചന്ദ്രോദയം. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ കാണാൻ കഴിയാത്ത ദിവസമാണ് അമാവാസി. ഒരു പൗർണമി മുതൽ അടുത്ത പൗർണമി വരെ ചന്ദ്രന്റെ ഉദയവും അസ്തമയവും സൂര്യോദയവും അസ്തമയവും തമ്മിൽ എത്ര മിനിറ്റ് വീതം വൈകിയാണ് സംഭവിക്കുന്നത്? 53 മിനിറ്റ് വീതം വൈകിയാണ് സംഭവിക്കുന്നത്. അടുത്തടുത്ത 2 വാവുകൾക്കിടയിലുള്ള സമയമാണ് 29.5 ദിവസം. ഭൂമിയുടെയും ചന്ദ്രന്റെയും ഭ്രമണപഥത്തിന്റെ ചരിവിനുള്ള വ്യത്യാസം 5.5 ഡിഗ്രിയാണ്.
എല്ലാ കറുത്ത വാവിനും സൂര്യഗ്രഹണം ഉണ്ടാകാത്തതിനുള്ള കാരണം ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ ചരിവാണ്. ചന്ദ്രനിലെ വൃദ്ധിക്ഷയങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ചന്ദ്രന്റെ ആകൃതി ഗോളാകൃതിയാണെന്ന് നമുക്കറിയാം. പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗമാണ് വൃദ്ധി. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം. അപ്പൊ വൃദ്ധിയും ക്ഷയവും വ്യത്യാസമുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാം. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം. വൃദ്ധി എന്താണ്? അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി. അപ്പൊ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നത് വൃദ്ധിയാണ്. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം. അർദ്ധചന്ദ്രൻ, ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ഭൂമിയിൽ ദൃശ്യമാകുന്നതാണ് അർദ്ധചന്ദ്രൻ. പൗർണമി, ചന്ദ്രനിൽ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി. പൗർണമിയിൽ നമുക്ക് പൂർണ്ണമായി കാണാൻ പറ്റും. സമീപത്തുള്ള ചന്ദ്രൻ വിദൂരതയിലുള്ള നക്ഷത്രങ്ങളെക്കാൾ താരതമ്യേന വലുതായി കാണുന്ന പ്രതിഭാസമാണ് ഭേദനം. സമീപത്തുള്ള ചന്ദ്രൻ വിദൂരതയിലുള്ള നക്ഷത്രങ്ങളെക്കാൾ താരതമ്യേന വലുതായി കാണുന്ന പ്രതിഭാസമാണ് ഭേദനം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണപ്പെടുന്ന ചന്ദ്രനിലെ കറുത്ത പാടുകളെ മരിയ എന്നറിയപ്പെടുന്നു. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണപ്പെടുന്ന ചന്ദ്രനിലെ കറുത്ത പാടുകളാണ് മരിയ. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങളാണ് ടെറേ. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങളാണ് ടെറേ. ചന്ദ്രനിലെ ഇരുണ്ട ഭാഗത്ത് റോവർ അടങ്ങിയ പേടകം ഇറങ്ങിയ രാജ്യമാണ് ചൈന. ചൈനയുടെ പേടകത്തിന്റെ പേരാണ് ചാങ് ഇ 4. ചാങ് ഇ 4 എന്നാണ് ചന്ദ്രനിലെ ഇരുണ്ട ഭാഗത്ത് റോവർ അടങ്ങിയ പേടകത്തിന്റെ പേര്. ചന്ദ്രനിൽ ഭൗമേതര ലോകത്ത് തന്നെ ആദ്യമായി കൃഷി നടത്തിയ രാജ്യമാണ് ചൈന. ചന്ദ്രനിൽ ആദ്യമായി കൃഷി നടത്തിയ രാജ്യം അല്ലെങ്കിൽ ഭൗമേതര ലോകത്ത് തന്നെ ആദ്യമായി ചന്ദ്രനിൽ കൃഷി നടത്തിയ രാജ്യമാണ് ചൈന. ഏത് പേടകത്തിലാണ്? ചാങ് ഇ 4 തന്നെയാണ്. നോട്ട് ചെയ്യാം. നാസയ്ക്ക് ശേഷം 2029 മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയ രാജ്യങ്ങളാണ് റഷ്യ, ജപ്പാൻ എന്നിവ. നാസയ്ക്കു ശേഷം 2029 മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയ രാജ്യങ്ങളാണ് റഷ്യ, ജപ്പാൻ എന്നിവ. ചന്ദ്രനിലെ വൃദ്ധിക്ഷയങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ചന്ദ്രന്റെ ആകൃതി നമുക്കറിയാം, ഗോളാകൃതിയാണെന്ന്. പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. വൃദ്ധി, അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതലായി കാണുന്നതാണ് വൃദ്ധി. പൗർണമിയിൽ നിന്ന് അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കുറഞ്ഞു വരുന്നതാണ് ക്ഷയം. ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗത്തിന്റെ പകുതി ഭൂമിയിൽ ദൃശ്യമാകുന്നതാണ് അർദ്ധചന്ദ്രൻ. ചന്ദ്രനിൽ സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി. സമീപത്തുള്ള ചന്ദ്രൻ വിദൂരതയിലുള്ള നക്ഷത്രങ്ങളെക്കാൾ താരതമ്യേന വലുതായി കാണുന്ന പ്രതിഭാസമാണ് ഭേദനം. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കാണപ്പെടുന്ന ചന്ദ്രനിലെ കറുത്ത പാടുകളാണ് മരിയ. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങളാണ് ടെറേ. ചന്ദ്രനിലെ ഇരുണ്ട ഭാഗത്ത് റോവർ അടങ്ങിയ പേടകം ഇറങ്ങിയ രാജ്യമാണ് ചൈന. പേടകത്തിന്റെ പേരാണ് ചാങ് ഇ 4. ചന്ദ്രനിൽ കൃഷി നടത്തിയ രാജ്യം അല്ലെങ്കിൽ ഭൗമേതര ലോകത്ത് തന്നെ ആദ്യമായി ചന്ദ്രനിൽ കൃഷി നടത്തിയ രാജ്യമാണ് ചൈന.
പേടകം ചാങ്-ഇ-4 ആണ്. നാസയ്ക്കു ശേഷം 2029 മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകിയ രാജ്യങ്ങളാണ് റഷ്യ, ജപ്പാൻ എന്നിവ. ഇനി നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ചന്ദ്രനിലേക്ക് ആദ്യമായിട്ട് പോയ കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ചന്ദ്രനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് ഒരു വട്ടേണ് പറയുന്നുള്ളൂ. ഇപ്പം തന്നെ വീഡിയോ ലെങ്ത് കൂടി. മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളമാണ് ചന്ദ്രൻ. നമുക്കറിയാം, മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളമാണ് ചന്ദ്രൻ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 ജൂലൈ 21 ചന്ദ്രനിൽ ഇറങ്ങിയ ബഹിരാകാശ യാത്രികരാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ. ബഹിരാകാശ വാഹനത്തെ നിയന്ത്രിച്ചത് മൈക്കിൾ കോളിൻസ് ആണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാൽവയ്പ്, മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുതിച്ചുചാട്ടം. ഇത് നീൽ ആംസ്ട്രോങ്ങിന്റെ പ്രശസ്തമായ വാക്കുകളാണ്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തിന്റെ പേരാണ് പ്രശാന്തതയുടെ സമുദ്രം. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലമാണ് പ്രശാന്തതയുടെ സമുദ്രം. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ഏജൻസിയാണ് നാസ. അമേരിക്കയുടെ നാസയാണ് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ഏജൻസി. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ വാഹനമാണ് അപ്പോളോ 2. അപ്പോളോ 2 ആണ് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ വാഹനം. ചാന്ദ്രദിനമാണ് ജൂലൈ 21. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ വാഹനമാണ് അപ്പോളോ 11. അപ്പോളോ 11 ആണ്. അതൊന്ന് നോട്ട് ചെയ്യണം. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ വാഹനമാണ് അപ്പോളോ 11. ചാന്ദ്രദിനം ജൂലൈ 21. ചാന്ദ്രദിനം ജൂലൈ 21. ആദ്യമായി 1969 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഇതുമായി ബന്ധപ്പെട്ട ഒരു PYQ ആണ്. നോട്ട് ചെയ്യാം. ആദ്യമായി 1969 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് റിച്ചാർഡ് നിക്സൺ. റിച്ചാർഡ് നിക്സൺ ആണ് ആദ്യമായി 1969 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ്. മനുഷ്യൻ ചന്ദ്രനിൽ എത്ര തവണ പോയി തിരിച്ചു വന്നിട്ടുണ്ട്? 6 തവണ. മനുഷ്യൻ ചന്ദ്രനിൽ 6 തവണ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തിയാണ് യൂജിൻ സെർനാൻ. 1972 യൂജിൻ സെർനാൻ ആണ് അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി. നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു നോക്കാം. മനുഷ്യൻ ഇന്നേ വരെ കാലുകുത്തിയ ഏക അന്യഗോളമാണ് ചന്ദ്രൻ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 ജൂലൈ 21. അതുകൊണ്ട് തന്നെയാണ് ജൂലൈ 21 ചാന്ദ്രദിനമായി ആചരിക്കുന്നത്. ചന്ദ്രനിൽ ഇറങ്ങിയ ബഹിരാകാശ യാത്രികരാണ് നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ. ബഹിരാകാശ വാഹനത്തെ നിയന്ത്രിച്ചത് മൈക്കിൾ കോളിൻസ് ആണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാൽവയ്പ്, മാനവരാശിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുതിച്ചുചാട്ടം. ഇത് നീൽ ആംസ്ട്രോങ്ങിന്റെ വാക്കുകളാണ്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലമാണ് പ്രശാന്തതയുടെ സമുദ്രം. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ഏജൻസിയാണ് അമേരിക്കയുടെ നാസ. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ വാഹനമാണ് അപ്പോളോ 11. ചാന്ദ്രദിനം നമുക്കറിയാം ജൂലൈ 21. ആദ്യമായി 1969 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് റിച്ചാർഡ് നിക്സൺ. മനുഷ്യൻ ചന്ദ്രനിൽ ഇതുവരെ 6 തവണ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തിയാണ് യൂജിൻ സെർനാൻ. ചന്ദ്രനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചന്ദ്രയാനും നമ്മുടെ സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ എന്നിവയെല്ലാം. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2 അത് രണ്ടും ഇതിൽ കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കേണ്ടതാണ്. മാത്രമല്ല സൂപ്പർ മൂൺ, ബ്ലൂ മൂൺ ഇതെല്ലാം വന്ന ഡേറ്റുകളും കാര്യങ്ങളും പഠിക്കണം. അപ്പോൾ അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പഠിച്ചെടുക്കാം. ഇന്നത്തെ പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക്